ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഇന്ന് നാം പഠിക്കുന്നത് ഇസ്രായേൽ മരുഭൂമി യാത്രയിൽ നേരിട്ട ആദ്യത്തെ യുദ്ധം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാമത്തെ വാക്യമായിരുന്നു നാം ഇന്നലെ വായിച്ചത്. അവർ രഫീദീമിൽ ആയിരിക്കുമ്പോൾ അമാലേക്ക് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. നാം ആ ഭാഗം വായിക്കുമ്പോൾ വെള്ളം കിട്ടാതെ വിഷമിച്ച സമയം ദൈവം അവർക്കായി പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുകയും അവർ ദാഹം തീരുവോളം കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ അധിക സമയമായിട്ടില്ല. വിശ്വാസ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും നമ്മെ ആക്രമിക്കുന്ന ശത്രുവാണ് നമ്മൾ തന്നെയുള്ള ജഡസ്വഭാവം. ഈ അമാലേക്യർ ഇന്ന് വിശ്വാസികളിൽ തന്നെ കാണുന്ന ജഡസ്വഭാവത്തിന്റെ ഒരു നിഴലാണ്. കാരണം അമാലേക്ക് ഏശാവിന്റെ പൗത്രനാണ്. നാം അറിയുന്ന പോലെ ഏശാവ് വയറിനെ കുറിച്ചും വിശപ്പിനെ കുറിച്ചും മാത്രം ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ജഡീകവും പ്രാകൃതവുമായ മോഹങ്ങൾക്ക് അടിമപ്പെട്ട ഒരു മനുഷ്യനാണ് ഏശാവ്. അമാലേക്ക് എന്നതിന് എല്ലാം തീർത്ത് നശിപ്പിക്കുന്ന ഒരു ജനം എന്നാണ് അർത്ഥം. നമ്മളിൽ വെളിപ്പെട്ടു വരുന്ന ജഡസ്വഭാവത്തെ തക്ക സമയങ്ങളിൽ കണ്ടുപിടിച്ച് കീഴ്പ്പെടുത്താതിരുന്നാൽ ഉണ്ടാകാവുന്ന അപകട സൂചന ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാം. വിശുദ്ധ തിരുവഴുത്തിൽ നാം പഠിക്കുമ്പോൾ ഏശാവ് മാത്രമല്ല, ഇസ്മായേൽ, ഉസിയാവ് മുതലായ അനവധി വ്യക്തികൾ ജഡസ്വഭാവത്തിന്റെ ചിത്രങ്ങളായി ബൈബിൾ പ്രസ്താവിച്ചിരിക്കുന്നു. അമാലേക്കർ ഒരിക്കലും ദൂരത്തു നിന്നുള്ള ശത്രുക്കളല്ല. നാം മനസ്സിലാക്കുന്ന പോലെ ഏശാവ് മുഖാന്തരം ഇസ്രായേലിയരോട് വളരെ അടുത്ത ബന്ധമുള്ളവരാണ്. 2 ശമൂവേലിന്റെ പുസ്തകം 16-11 നാം ഇങ്ങനെ വായിക്കുമ്പോൾ കാണുന്നു, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടവനാണ് എന്റെ ശത്രു എന്ന് അബ്ശാലോമിനെ പറ്റി ദാവീദ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ടവനെ അശുദ്ധമാക്കുന്ന പല കാര്യങ്ങളെ പറ്റിയും നമ്മുടെ കർത്താവും മർക്കോസിന്റെ സുവിശേഷം 7:20 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു എന്ന് നാം കാണുന്നു. 2 ശമൂവേൽ 3:1. ജഡവും ആത്മാവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ചിത്രമാണ് ശൗൽ ഗ്രഹം ക്ഷയിച്ച് ഇല്ലാതായി പോകുന്നതിലൂടെ നാം മനസ്സിലാക്കുവാൻ കഴിയുന്നു. അമാലേക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ദൈവഭയം ഇല്ലായ്മയാണ്. ആവർത്തന പുസ്തകം 25:18. നാം ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നാം ഇന്നലെ ചിന്തിച്ച ഒരു ഭാഗം ഞാൻ ആവർത്തിക്കട്ടെ. ഇസ്രായേലിയർ ക്ഷീണിച്ചും തളർന്നും അവർ പിന്നിലേക്ക് മാറിപ്പോകുവാൻ തയ്യാറായവരെ ആക്രമിക്കുവാനാണ് അമാലേക്ക് ഇവിടെ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ആത്മീയ അനുഭവങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്നത് പിന്മാറ്റമാണ്. ആത്മീയ അനുഭവങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഉദാസീനതകൾ, മന്ദതകൾ, നിർജീവത്വങ്ങൾ, ആത്മീയ പാപ്പരത്വം, നമ്മെ ഗ്രസിക്കുന്ന ലൗകിക ചിന്തകൾ, നാം ആകർഷിക്കപ്പെടുന്ന ഇഹലോകത്തിന്റെ താല്പര്യങ്ങൾ, ഇവയെല്ലാം ആത്മീയ ജീവിതത്തിന്റെ ഉന്നതിയിൽ നിന്ന് നമ്മെ പിന്നണിയിലേക്ക് മാറ്റുന്ന സംഗതികളാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, അമാലേക്കിന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് അശേഷം ദൈവം ഇല്ലായ്മ ചെയ്യും എന്ന് ശബ്ദം ചെയ്തിരിക്കുക. എന്താണ് അതിന് നൽകാൻ പറ്റുന്ന ഒരു വ്യാഖ്യാനം? കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നമ്മുടെ ഈ ജഡമയമായ ശരീരത്തിൽ നിന്നും മഹത്വകരമായ ഒരു ശരീരത്തിലേക്ക് നാം മാറ്റപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ നാം തേജസ്കരിക്കപ്പെടുന്നതോടുകൂടി ഈ മണ്ണിനോട് അനുരൂപപ്പെടുന്ന എല്ലാവിധമായ സ്വാഭാവികമായ പ്രക്രിയയിൽ നിന്നും നാം എന്നേക്കുമായി വിടുവിക്കപ്പെടും എന്നുള്ളത് വാസ്തവമാണ്. അതുവരെ നാം ഈ ജഡസ്വഭാവത്തിൽ അല്ലെങ്കിൽ ഈ ജഡശരീരത്തിൽ വസിക്കുന്നവരാകിയാൽ ജഡത്തിന്റെ പ്രവൃത്തികളെയും സ്വഭാവത്തെയും മരിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അമർച്ചയായി അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. നാം വീണ്ടും പുറപ്പാട് പുസ്തകത്തിലെ ചിന്തകൾക്ക് ശേഷം 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം കനാനിലെത്തുകയും അവിടെ ശൗൽ അവർക്ക് രാജാവായി നിയമിക്കപ്പെടുകയും അമാലേക്കിനെ സംഹരിക്കുവാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായ ശൗലിന് അവിടെ വലിയൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചു എന്ന് നാം കാണുന്നു. നീച്ച അമാലേക്കരെ പൂർണ്ണമായി തോൽപ്പിച്ച് എല്ലാം നിർമൂലമാക്കി കളയുക, ഒന്നും അവശേഷിപ്പിക്കരുത്, കനിവ് തോന്നരുത്. എന്നാൽ ആ കൽപ്പനയൊന്നും പാലിക്കുവാൻ ശൗൽ തയ്യാറായി. എന്താണ് ശൗൽ ചെയ്തത്? ശൗലും ജനവും ആഗാഗ് രാജാവിനെയും ആട്, മാട്, തടിപ്പിച്ച മൃഗം എന്നിവയിൽ മേൽത്തരമായതിനെയും കുഞ്ഞാടുകളെയും അതിലൊക്കെ ഉത്തമമായതിനെയും നിർമൂലമാക്കാതെ, അല്ലെങ്കിൽ അതിനെയൊന്ന് കൊന്നുകളയാൻ മനസ്സില്ലാതെ ജീവനോട് ശേഷിപ്പിക്കും. 15-9 വാക്യം വായിക്കുമ്പോൾ ഹീനവും നിസ്സാരവുമായതിനെ മാത്രമാണ് നിർമൂലമാക്കി കളഞ്ഞത്. എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? കേവലം നാമമാത്രമായ ഒരു അനുസരണമാണ് ശൗൽ കാണിച്ചത്. നാം രാജാക്കന്മാരാകിയാൽ രാജാക്കന്മാർക്ക് യുദ്ധം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ജഡമാണ്. ആത്മാവിനാൽ ജഡത്തിലെ പ്രവൃത്തികളെ നാം മരിപ്പിക്കേണ്ടവരാണ്. റോമർ 8:13. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞുകളയേണ്ട നാം മരിപ്പിച്ചതും ഉരിഞ്ഞുകളഞ്ഞതും ശൗൽ ചെയ്തതുപോലെ കേവലം നിസ്സാരമായതിനെയാണോ? കൊന്നുകളയേണ്ടവല്ല. ജഡസ്വഭാവത്തോട് നാം കനിവ് കാണിച്ചിട്ടുണ്ടോ? ജഡസ്വഭാവത്തിന്റെ മോഹങ്ങളെ, ഇഷ്ടങ്ങളെ അതിന്റെ മുളയിലെ നുള്ളിക്കളയുവാൻ അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുവാൻ നാം തയ്യാറായില്ലെങ്കിൽ പിന്നത്തേതിൽ അപ്രകാരമുള്ള
ജഡികതകൾ നമ്മെ അടിമപ്പെടുത്തും. തീർച്ചയാണ്, അതിനൊരു സംശയവുമില്ല. ശൗലിന്റെ ശമൂവേലിനോടുള്ള പ്രതികരണം വളരെ രസകരമാണ്. ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. യാക്കോബിന്റെ മക്കൾ ജോസഫിന്റെ അടുക്കൽ വന്ന് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ പരമാർത്ഥികളാണ് എന്ന്. എന്നാൽ എന്നാണ് ദൈവകൽപ്പന ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്? അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു, ശൗൽ എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇന്നും പലപ്പോഴും നമ്മുടെയും ആത്മീയതയെ നാം വിലയിരുത്തി ചിന്തിച്ചാൽ നാം സമയം നൽകുന്നതും പ്രാധാന്യം നൽകുന്നതും പരിഗണന നൽകുന്നതും കേവലം നിസ്സാരമായതിനും ലൗകികമായതിനും ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കും സ്വയത്തിന്റെ താല്പര്യങ്ങൾക്കും ഒക്കെ ഉള്ള നമ്മുടെ അത്യുത്സാഹം ആത്മീയ അനുഭവങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ നാം പല യുദ്ധങ്ങളിലും പരാജയപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ വാസ്തവം. എന്നാണ് ശൗൽ അവിടെ കാണിക്കുന്നത്? ദൈവം പറഞ്ഞിട്ടില്ലാത്ത ഘോഷയാത്രകളും ജ്ഞാപകസ്തംഭങ്ങളും നാട്ടലുകളാണ് ശൗലിനെ പോലെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹവും ചെയ്യുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ ദൈവത്തിന് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇവിടെ ശൗൽ പറയുന്നത്, ഞാൻ യഹോവയുടെ കൽപ്പനകളെ പ്രമാണിച്ചിരിക്കുന്നു. എന്നാൽ ഈ ചെവിയിൽ കേൾക്കുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന ഈ കാളകളുടെ മുഖറയും എന്ത് എന്ന് ശമൂവേൽ ചോദിക്കും. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പ്രയാണം ആരംഭിച്ചപ്പോൾ അവരെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല, രാജകോലാഹലം അവരുടെ ഇടയിൽ ഉണ്ട് എന്ന് സാക്ഷ്യം പ്രാപിച്ച ജനത്തിന് നടുവിൽ ഇപ്പോൾ അമാലേക്യ കാളകളുടെ ഒച്ചയും മുക്കറയും ആടുകളുടെ കരച്ചിലുമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോസ്തലൻ പൗലോസിനും കൊരിന്ത്യർ സഭയോട് പറയാനുള്ളത് ഇപ്രകാരം ഒരു ദൂതാണ്, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. കൊരിന്ത്യർ സഭയുടെ ഈർഷ്യയും പിണക്കവും ഭിന്നതയും വളരെ പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട്. അതിനെ ഓർമ്മ ഇല്ലാതാക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തിന്റെ പേരിലാണെങ്കിലും ദൈവം കൽപ്പിച്ചതിനെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ നാം തയ്യാറായില്ലെങ്കിൽ പ്രിയമുള്ളവരെ, അത് ഏറ്റവും അവസാനം നമ്മളെ തകർക്കുവാൻ കാരണമായി. ദൈവത്തിനും ജനത്തിന്റെയും യാഗത്തിന്റെയും പേരിലാണ് കൊല്ലാതെ പലതിനെയും ജീവനോട് കൊണ്ടുവന്നത് എന്നാണ് ശൗൽ പറയുന്നത്. കൊന്നുകളഞ്ഞതിനോട് ചേർത്ത് തന്റെ പേരും കൊല്ലാത്തതിന്റെ കുറ്റം ജനത്തിന്റെ പേരിലും ശൗൽ ചുമത്തി. ഇതാണ് ജഡത്തിന്റെ ഭാവം എന്ന് പറയുന്നത്. ഏത് നല്ല കാര്യമായിരുന്നാൽ പോലും അത് തെറ്റായ മനോഭാവത്തോടെ ചെയ്യുന്നത് ദൈവം അംഗീകരിക്കാതെ അനുസരണക്കേടായി പരിഗണിക്കപ്പെടാവുന്ന ഒന്നായി തീരും. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ദൂത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നിയോഗങ്ങൾക്ക്, നമ്മുടെ ആത്മീയ നടത്തിപ്പിന്, നമ്മുടെ ആത്മീയമായ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന അമാലേക്യ സ്വാധീനങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ വടികരങ്ങളിൽ എടുത്തിരിക്കുന്ന മോശയ്ക്ക് കഴിഞ്ഞു. മോശയുടെ കൈ ഉയർന്നിരിക്കുന്നു. ഇതൊരു പ്രൊഫറ്റിക് ആക്ഷനാണ്. കൈ ഉയർന്നിരിക്കുന്നു. താഴ്വരയിൽ അമാലേക്കിന് പരാജയം സംഭവിച്ചു. ഇത് വളരെ ശക്തിയേറിയ പ്രാർത്ഥനയെ കാണിക്കുന്നു, ആത്മാവിന്റെ പ്രാർത്ഥനയെ കാണിക്കുന്നു. അവിടെ മോശയുടെ കൈ താഴുമ്പോൾ അമാലേക്ക് ജയിക്കുന്നു. എന്നാൽ അഹരോന്റെയും ഹൂരിന്റെയും രണ്ടു വശത്തു നിന്നുള്ള സഹായം, പ്രാർത്ഥനയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്ന ഇന്റർസെസേഴ്സ്, ഇടിവിൽ നിൽക്കുന്നവർ, കൈത്താങ്ങ് നൽകുന്നവർ, കൂടെ നിൽക്കുന്നവർ, ചേർത്ത് പിടിക്കുന്നവർ, ഇത്തരമുള്ള സ്നേഹിതന്മാരുടെ ഒന്നിച്ചുള്ള കോർപ്പറേറ്റ് പ്രയർ, അപ്രകാരമുള്ള ഉയർത്തപ്പെട്ട കരങ്ങളുടെ മുമ്പിൽ താഴ്വരകളിൽ അമാലേക്ക് കീഴടങ്ങും. പുരുഷന്മാർ വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയും. ഇങ്ങനെയാണ് താഴ്വരയിൽ യുദ്ധത്തിൽ ഒരു വലിയ ജയം ദൈവം ഇസ്രായേലിന് നൽകിയത്. അമാലേക്കിന്റെ ഒടുവിലത്തെ കണ്ണിയായ ഹാമാനെ കഴുകുമരത്തിൽ തൂക്കിയതോടുകൂടി അവരുടെ ചരിത്രം അവസാനിച്ചു. വിശ്വാസികൾ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കേണ്ടതാണ്. പ്രാർത്ഥനയാലും ദൈവവചനത്താലും നമുക്ക് അമാലേക്കിന്റെ ശക്തിയെ ജയിക്കാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.